ഓർമ്മയില്ലേ തായ്ലൻഡിലെ താം ലുവാങ് ഗുഹയിലെ അപകടം? 2018 ജൂൺ 23 12 കുട്ടികളും അവരുടെ ഫുട്ബോൾ കോച്ചും അകപ്പെട്ട പാറകളും വെള്ളക്കെട്ടും നിറഞ്ഞ ഗുഹ. ലോകം ശ്വാസം അടക്കി പിടിച്ചു കണ്ട രക്ഷാപ്രവർത്തനം. 13 പേരും ആശ്വാസ തീരത്തെത്തിയത് 18 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ്. ഇന്ന് ലോകം സമാനമായ രക്ഷാപ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ലാവോസിലെ സായ്സോംബും പ്രവേശിയയിൽ മെയ് 19 സ്വർണ്ണഖനനത്തിനായി പോയ ഗ്രാമീണരാണ് ഗുഹയിൽ കുടുങ്ങിയത്. വനമേഖലയിലെ ഗുഹയിലേക്ക് 8 അംഗ സംഘമാണ് ഖനനത്തിന് പോയത്. പിന്നാലെ എത്തിയ കനത്ത മഴയിൽ ഗുഹാ കവാടം പൂർണ്ണമായി അടഞ്ഞു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഓടി രക്ഷപ്പെടാനായ കൂട്ടത്തിൽ ഒരുവൻ വഴിയാണ് അപകട വാർത്ത പുറം ലോകം അറിഞ്ഞത്. പിറ്റേ ദിവസം തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ നിമിഷവും തുടരുകയാണ്. ഗുഹയ്ക്ക് 984 അടി ഉള്ളിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വലിയ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് കളയുകയായിരുന്നു ആദ്യഘട്ടം. കനത്ത മഴയും വെള്ളപ്പൊക്കവും തിരിച്ചടിയായി. നിമിഷ നേരം കൊണ്ട് ഗുഹ വെള്ളം കൊണ്ട് നിറഞ്ഞു. ദൗത്യം അതീവ ദുഷ്കരമായ ദിനങ്ങൾ. പിന്നാലെ ആധുനിക ക്യാമറകളും സ്കാനറുകളും എത്തി. വലിയ പാറക്കല്ലുകൾ മാറ്റാൻ പ്രത്യേക യന്ത്രങ്ങളും. അപ്പോഴും പ്രതിസന്ധിയായി ദുർഘട വഴികൾ, അതായത് ഒരു മനുഷ്യന് കഷ്ടി ഇഴഞ്ഞ് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇടങ്ങൾ. ഓരോ നിമിഷവും ഉയരുന്ന ജലനിരപ്പ്, രക്ഷാപ്രവർത്തകരുടെ കഴുത്തറ്റം വെള്ളം, ഗുഹയ്ക്കുള്ളിലെ ഓക്സിജന്റെ അഭാവം. ഇതെല്ലാം അതിജീവിച്ച് മീറ്ററുകൾ താണ്ടണമെങ്കിൽ വേണ്ടത് മണിക്കൂറുകളാണ്. അവിടെയും തീരുന്നില്ല. വവ്വാലുകളുടെ കാഷ്ടത്തിൽ നിന്ന് വമിക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡാണ് മറ്റൊരു വെല്ലുവിളി. രക്ഷാപ്രവർത്തകരിൽ പലരും ഇത് ശ്വസിച്ച് ബോധരഹിതരായി. രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടികൾ ഏറെയായിരുന്നു. പ്രത്യാശയുടെ കിരണമെന്നോണം കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു സംഘം കൂടിയെത്തി. 2018 തായ്ലൻഡിലെ താം ലുവാങ് ഗുഹയിലെ കുട്ടികളെ പുറത്തെത്തിച്ച അതേ സംഘം. രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ അല്പം കൂടി വേഗതയേറി. 7 പേരിൽ 5 പേരെ രക്ഷാപ്രവർത്തകർ സുരക്ഷിതരായി പുറത്തെത്തിച്ചു. ഇനിയും 2 പേർ ഗുഹയ്ക്കകത്ത് ഇരുട്ടിൽ ജീവനായി പൊരുതുന്നുണ്ട്. അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിനിടയിലും പ്രതീക്ഷ കൈവിടാതെ ഒരു ലോകം ഗുഹയ്ക്ക് പുറത്ത് കാത്തിരിക്കുകയാണ് ശുഭവാർത്തയ്ക്കായി.